everyone, welcome to Epic Family. ഇപ്പൊ കഴിഞ്ഞ വീഡിയോയില് സൊലങ് വാലിയിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ കാണിച്ചു. അവ ഞങ്ങൾ സൊലങ് വാലിയിൽ നിന്ന് ഇപ്പം തണ്ടി പൊക്കോണ്ടിരിക്കുന്നത് ഗുലാബ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. GULABA. ഗുലാബ എന്നായിരിക്കുമല്ലോ പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ മഞ്ഞ് ഭയങ്കര ഫെബ്രുവരി ആ ഒരു സമയത്തൊക്കെ ഫുൾ മഞ്ഞായിട്ട് കിടക്കുന്ന വില്ലേജസ് ആണിത്. അപ്പൊ ഇപ്പൊ നമുക്ക് അവിടുത്തെ അവസ്ഥ എന്താണെന്ന് പോയി നോക്കാം. ഇത് ശരിക്കും ഞങ്ങള് മണാലിയിൽ എത്തിയിട്ട് നെക്സ്റ്റ് ഡേ ആ ഒരു ദിവസം കവർ ചെയ്യുന്ന ഡെസ്റ്റിനേഷൻസ് ആണ് നിങ്ങൾ കാണുന്നത്. ആദ്യം ഹഡിംബ, അത് കഴിഞ്ഞിട്ട് സൊലങ് വാലി, അത് കഴിഞ്ഞ് സൊലങ് വാലിന്ന് ഞങ്ങള് ഗുലാബ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഇങ്ങനെ പോവാണ്. അവിടെ എന്തൊക്കെ വ്യൂ ഉണ്ട് എന്നൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചിട്ട്. പക്ഷെ ഞാനിങ്ങനെ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് സെപ്പറേറ്റ് 3 വീഡിയോ ആയിട്ട് ഇടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒറ്റയടിക്കിട്ട് ഭയങ്കര ലെങ്തി ആയി പോകത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നത്. ഇത് ഞങ്ങൾ ഒരു ദിവസം കവർ ചെയ്യുന്ന ഡെസ്റ്റിനേഷൻസ് ആണിത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഗുലാബ എന്ന് പറയുന്ന വില്ലേജിലേക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഇത്. കണ്ടോ, ഓക്കെ. അപ്പൊ നമ്മള് ഗുലാബ എന്ന് പറഞ്ഞ വില്ലേജിലേക്ക് തന്നെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. ഇത് ശരിക്കും ഉണ്ടല്ലോ, നല്ല മഞ്ഞ് മൂടി കിടക്കുന്ന സമയത്ത് വന്നാല് വേറൊരു ഫീലാണ്. ഫുൾ സ്നോ ആയിരിക്കും എന്നാണ് പിക്കൊക്കെ നോക്കിയപ്പോഴും വായിച്ചപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയത്. ഇപ്പൊ നമുക്ക് ഈ ജൂണിൽ വന്നു കഴിഞ്ഞാല് ഇവിടെ എങ്ങനെ ആയിരിക്കും നമുക്കൊന്ന് പോയി കാണാം. ഓക്കെ, നമ്മള് എത്താറായി. 2 കിലോമീറ്റർ കൂടെ ഉള്ളു ഇവിടുന്ന്. സോ നമ്മള് ഗുലാബ വില്ലേജിന്റെ അടുത്തെത്തി. സൊലങ് വാലിന്ന് 6 കിലോമീറ്ററേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. സൊലങ് വാലിന്ന് 6 കിലോമീറ്റർ. ഇത് എവിടെയൊക്കെ വീടുകൾ കണ്ടോ. ഇവിടത്തെ നേറ്റീവ്സ് ആണ് അവര് 365 ദിവസം അവരിതൊക്കെ കണ്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ. മഞ്ഞും പിന്നെ ഇങ്ങനെ മാറി മാറി വരുന്ന ക്ലൈമറ്റ് ഒക്കെ കണ്ട് ഇവിടെ തന്നെ ജീവിക്കുന്ന ആൾക്കാരല്ലേ, നേറ്റീവ്സ്. നമ്മളിപ്പോ ഈ പൊക്കോണ്ടിരിക്കുന്ന നമ്മുടെ മണാലിയിലെ ഗുലാബ എന്ന് പറയുന്ന ഈ വില്ലേജിന്റെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ മണാലിയിൽ നിന്ന് ലഡാക്ക് പോകുമല്ലോ. അപ്പൊ നമ്മള് റോത്താങ് പാസ് വഴിയാണ് ലഡാക്കിലേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഈ വില്ലേജിൽ കൂടെ കടന്നേ പോകാൻ പറ്റത്തുള്ളൂ. കാരണം ഇതാണ് റൂട്ട്. ഓക്കെ, മണാലിയിൽ നിന്ന് റോത്താങ് പാസ് വഴിയുള്ള റൂട്ട് കയറിയാണ് നമ്മൾ ലഡാക്കിൽ പോകുന്നതെങ്കിൽ നമ്മൾ ഈ ഗുലാബ വില്ലേജിൽ കൂടെ കടന്നായിരിക്കും പോകുന്നത്. കാരണം ഇതാണ് ആ റൂട്ട്. അപ്പൊ അതാണ് ഗുലാബ വില്ലേജിന്റെ ഒരു പ്രസക്തി. എന്തായാലും ഇപ്പം റോത്താങ് പാസ് വഴി ലഡാക്കിൽ പോകുന്ന എല്ലാ ട്രാവലേഴ്സും കടന്നു പോകുന്ന ഒരു വില്ലേജ് ആണ് ഗുലാബ വില്ലേജ്. ഓക്കെ, അപ്പൊ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. പിന്നെ ഇപ്പൊ ഞങ്ങൾ ശരിക്കും വെറുതെ ഒരു ഡ്രൈവ് ഒന്ന് വരാമെന്ന് വെച്ച് വന്നേ ഉള്ളൂ. അപ്പൊ ആ കാഴ്ച നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ഓക്കെ, പിന്നെ നല്ല മഞ്ഞുള്ള സമയത്ത് വരുവാണെങ്കിൽ ഇവിടെ എല്ലാം ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്ന പ്രദേശങ്ങളാണ്. ഓക്കെ, ഈ വില്ലേജ് ഒക്കെ മഞ്ഞ് മൂടി ഇങ്ങനെ കിടക്കുന്ന ആ ഒരു എന്താ പറയാ, ആ ഒരു വ്യൂ കിട്ടും ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ. ഇപ്പം നമ്മൾ പക്ഷെ വന്നേക്കുന്നത് മഞ്ഞൊന്നും ഉള്ള സമയത്തല്ല,
അതുകൊണ്ട് നമുക്ക് മഞ്ഞൊന്നും ഇല്ലാത്ത എന്താ പറയാ ജൂൺ ജൂലൈ മാസത്തിൽ ഗുലാബ വില്ലേജ് എങ്ങനെ ഇരിക്കും എന്ന് കാണാൻ വേണ്ടിയിട്ടൊന്ന് പോവാം. അതാണ് നമ്മളിപ്പോ ഈ പൊക്കോണ്ടിരിക്കുന്ന ഗുലാബ വില്ലേജിൽ കൂടെയാണ്. നമ്മളിങ്ങനെ ഗുലാബ വില്ലേജിൽ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല പച്ചപ്പും പിന്നെ അവിടെ ഇവിടെ ഇങ്ങനെ ബിൽഡിങ്സും പിന്നെ ഇങ്ങനെ നേറ്റീവ്സ് നടന്നു പോകുന്ന കാഴ്ചകളൊക്കെ കാണാം. ഇത് ഈ ഹിമാചൽ പ്രദേശിലൊക്കെ ഉള്ളവരുടെ ഡ്രസ്സിങ്, നേറ്റീവ്സിന്റെ ഡ്രസ്സിങ് നല്ല രസമാണ്. അവരിങ്ങനെ തലയിലും ഇങ്ങനെ ഒക്കെ തണുപ്പല്ലേ. അത് ഇപ്പൊ ഇവിടെ സീസൺ അല്ല, മഞ്ഞില്ലെന്നേ ഉള്ളൂ, എന്നാലും നല്ല തണുപ്പാണ്. കാരണം നല്ല തണുത്ത കാറ്റ് എപ്പോഴും ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ്. മഞ്ഞ് കാണാൻ നമ്മുടെ ചുറ്റും ഇല്ലെന്നേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ഈ പോകുന്ന റോഡിലൊന്നും മഞ്ഞ് കിടപ്പില്ലെന്നേ ഉള്ളൂ, പക്ഷെ നല്ല തണുപ്പാണ്. സോ ഇവിടുത്തെ നേറ്റീവ്സ് എപ്പോഴും ഇങ്ങനെ സ്വെറ്റർ ഒക്കെ ഇട്ട് തലയിലും ഇങ്ങനെ തുണിയൊക്കെ കെട്ടി അവരുടെ ഒരു ഡ്രസ്സിങ് ഒരു പ്രത്യേകതയാണ്. സോ അതൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ ഈ ഗുലാബ വില്ലേജിൽ കൂടെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെയും പാരാഗ്ലൈഡിങ്ങിന്റെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അവര് ബുക്കിംഗ് കൗണ്ടർ ഒക്കെ ഉണ്ട്. ഇവിടെയും പാരാഗ്ലൈഡിങ് ചെയ്യേണ്ടവർക്ക് ഇവിടെ ഉണ്ട്. ഈ ഗുലാബ വില്ലേജിന്റെ ഇങ്ങോട്ട് വരുന്നിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ വില്ലേജ് ഇങ്ങനെ പാസ് ചെയ്ത് വന്നിടത്തൊക്കെ ഷോപ്സ് ഉണ്ട്, കുഞ്ഞു കുഞ്ഞു ഷോപ്സ് ഉണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാനും വെള്ളം വാങ്ങിക്കാനും ഒക്കെയുള്ള ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ദൂരെ ഇങ്ങനെ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം കണ്ട ഇങ്ങനെ നൂല് പോലെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. സൂപ്പർ. ദീപക്, keep your nerves on. Sharp curves. Sharp curves ആട്ടോ. പശു ഗുലാബ. ഗുലാബ
Gulaba. നമ്മള് ഗുലാബ വില്ലേജിൽ കൂടി ഇങ്ങനെ കേറി 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 മുകളിലോട്ട് വരുമ്പോ എന്താണ്ട് ഇവിടുത്തെ നേറ്റീവ് ആൾക്കാരെ കണ്ടതാണ്ട് കുറെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ നിൽക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഈ സ്ഥലത്ത് ജീവിക്കുന്നവരാ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അല്ലേ. ആ മുകളിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വീടുകള്, ടെന്റുകൾ പോലത്തെ വീടുകള് ഒക്കെ കാണാമേ. അതാണ് അവരവിടെയാണ് താമസിക്കുന്നത്. ഓ എന്റെ അമ്മ, ബ്രത്ത് ടേക്കിംഗ് വ്യൂ ആണ്. പക്ഷെ എനിക്ക് കൂടുതലായിട്ട് ഈ ആൾക്കാരെ കാണുമ്പോഴാണ്ട് അവര് പശുവൊക്കെ നിൽക്കുന്നുണ്ട്. എത്രത്തോളം വീഡിയോ കാണാമെന്ന് എനിക്കറിയത്തില്ല. പശുവൊക്കെ നിൽക്കുന്നതാണ്. ഇതിന്റെ മുകളിലൊക്കെ ആൾക്കാർ താമസിക്കുവാണ്. എന്തുവാ അല്ലേ. അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല് ഒക്കെ ഡിഫറെന്റ് ആണ്. അടിപൊളിയായിട്ട് നമുക്ക് വൺ ടൈം നമ്മളൊക്കെ വന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അതായത് ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെ രീതിയിൽ ആൾക്കാർ ഇങ്ങനെ ജീവിക്കുക അല്ലേ, ഓരോ ലൈഫ് സ്റ്റൈലും ഒക്കെ ആയിട്ട്. ചുമ്മാ അല്ല നമ്മൾ പറഞ്ഞു, ഇൻക്രെഡിബിൾ ഇന്ത്യ തന്നെ. കാരണം ഒരു രാജ്യത്ത് ഇത്രയും വൈവിധ്യമായിട്ട് ഉള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഡിഫറെന്റ് ലൈഫ് സ്റ്റൈൽ. ഓരോ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ മാറി മാറി ഇത്ര കിലോമീറ്റർ മാറുമ്പോൾ തന്നെ വ്യത്യാസം ആൾക്കാരുടെ ഡ്രസ്സിങ്ങിലും അവരുടെ ജീവിത ശൈലിയിലും ഒക്കെ. അപ്പൊ നമ്മള് ഗുലാബ വില്ലേജ് കൂടെ കയറി ഇങ്ങനെ പോയിന്റ് എത്തുമ്പോൾ വേണ്ടി ഇവിടെ കണ്ടോ ഇങ്ങനെ ഒരു ബാരിയർ പോലെ വെച്ചിട്ട് ഒഫീഷ്യൽസ് ഇങ്ങനെ നിൽക്കുന്ന കാണാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ശരിക്കും ഗുലാബ വില്ലേജ് കഴിഞ്ഞു. ഗുലാബ വില്ലേജിന്റെ എൻഡ് ആണ് ഇവിടെ. അതായത് ഇവിടുന്ന് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് പെർമിറ്റ് വേണം. ഞാൻ പറഞ്ഞില്ലേ ഇത് റോത്താങ് പാസിലേക്കുള്ള റൂട്ടാണെന്ന്. അപ്പം റോത്താങ് പാസിന്റെ അങ്ങോട്ടേക്ക് ഇനിയും കൂടുതൽ പോകണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കാറിൽ പോകുന്നവർക്ക് ഒരു പെർമിറ്റ് എടുക്കണം. വലിയ സംഭവമൊന്നുമില്ല, ഓൺലൈനിൽ എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ പിന്നെ ടൂ വീലറിനും അങ്ങനെ സൈക്കിളിൽ പോകുന്നവർക്കൊക്കെ വേണമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഈ ഒരു പോയിന്റിന്റെ അപ്പുറത്തേക്ക് ഗുലാബ വില്ലേജ് ഇങ്ങനെ കടന്നു വന്ന് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ അവര് പെർമിറ്റ് ചോദിക്കും. അതായത് കാരണം ഞാൻ പറഞ്ഞില്ലേ റോത്താങ് പാസിലേക്കുള്ള റൂട്ടാണിത്. ഈ ഗുലാബ വില്ലേജ് കഴിഞ്ഞ് ഇനി മുന്നോട്ട് പോകുന്നതോറും റോത്താങ് പാസിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ അവര് പെർമിറ്റ് ചോദിക്കും. ഇപ്പൊ ഞങ്ങൾ എന്തായാലും ഈ ഗുലാബ വില്ലേജ് കൂടി ഈ ഒരു ഡ്രൈവിന് വന്നേ ഉള്ളൂ. ഞങ്ങൾ ഇനി തിരിച്ച് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോകാൻ പോവാണ്. അപ്പൊ ഇതും കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ പറ്റുമല്ലോ. ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ അവര് ചോദിക്കും, പെർമിറ്റ് ചോദിക്കും. ഓക്കെ, അപ്പൊ ഇത് അതെന്താ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനി ഇവിടുന്ന് മുന്നോട്ട് പോയി അങ്ങോട്ട് പോയി ആണ് നമ്മൾ റോത്താങ് പാസ് കടന്നു പോകുന്നത്. ഓക്കെ, അപ്പം ആ റോത്താങ് പാസിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു പാസ് കാണിക്കണം. ഓക്കെ, ഒരു പെർമിറ്റ് എടുക്കണം. അത് ഓൺലൈനിൽ തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം അത് ഇവിടെ ചോദിക്കും അവര്. ഓക്കെ, അപ്പൊ ഞങ്ങൾ എന്തായാലും ഇന്നിപ്പോ അങ്ങോട്ട് പോകുന്നില്ലല്ലോ. അപ്പം ഞങ്ങൾ തിരിച്ച് ഈ ഒരു പോയിന്റ് നമ്മളിപ്പോ ഈ വന്ന പോലെ തന്നെ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോവാണ്. ഞങ്ങൾ താമസിക്കുന്ന റൂമിലേക്ക് പോകാനാണ് പ്ലാന്. ഗുലാബ വില്ലേജിൽ കൂടെയുള്ള ഈ ഒരു ഡ്രൈവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് നിങ്ങളെ കാണിക്കാൻ പറ്റുമല്ലോ. ഇവരിങ്ങനെ പെർമിറ്റ് ചോദിക്കുന്ന ഈ ഒരു പോയിന്റ് നിങ്ങളെ കാണിക്കാൻ പറ്റിയ ഒരു ഡ്രൈവിന് വന്നോണ്ട്. അപ്പൊ ഇത് റോത്താങ് പാസിലേക്ക് പോകുന്ന റൂട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റി. ഗുലാബ വില്ലേജ് വഴിയാണ് നമുക്ക് മണാലിയിൽ നിന്ന് ലഡാക്കില് റോത്താങ് പാസ് വഴിയാണ് പോകുന്നതെങ്കിൽ ഈ ഗുലാബ വില്ലേജിൽ കൂടെ കടന്നു വരണം എന്നുള്ള കാര്യം നിങ്ങളോട് പറയാൻ പറ്റി. ഗുലാബ വില്ലേജിൽ കൂടെ ഡ്രൈവ് നിങ്ങളെ കാണിക്കാൻ പറ്റി. ഓക്കെ, അപ്പൊ ഞങ്ങൾ എന്തായാലും ഈ പോയിന്റിൽ നിന്ന് തിരിച്ച് നമ്മൾ സ്റ്റേ ചെയ്യുന്ന നമ്മുടെ മണാലിയിലെ ഹോട്ടലിലേക്ക് പോകാൻ പോവാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ എപ്പിക് ഫാമിലി. ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ എവ്രിവൺ.